കൊണ്ടും നിരവധി കാർഷിക പരീക്ഷണങ്ങൾ കൊണ്ടും ഒട്ടേറെ മികച്ചു നിൽക്കുന്ന ഒരു ഫാമുണ്ട് കണ്ണൂർ കരിമ്പത്ത്. രാജ്യത്തെ തന്നെ ഏറ്റവും പഴയ ഫാമുകളിലൊന്നായ കരിമ്പം ഫാം. 140 ഏക്കറോളം വരുന്ന ഈ തോട്ടം ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെയും വികസനത്തിന്റെയും പാതയിലാണ്. വിനോദസഞ്ചാര പട്ടികയിലേക്ക് ഫാമിനെ ഉയർത്താനുള്ള പദ്ധതി നടന്നുവരികയാണിവിടെ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗവേഷണത്തിനായി തുടങ്ങിയ തോട്ടം 120 വർഷം പിന്നിടുമ്പോൾ ജൈവ സമ്പന്നതയുടെയും കാർഷിക സസ്യങ്ങളുടെയും അപൂർവ കാഴ്ചകളാണ് സന്ദർശകർക്കായി സമ്മാനിക്കുന്നത്. ഫാം ടൂറിസത്തിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ കേന്ദ്രത്തിലൂടെയുള്ള മനോഹരമായ നടപ്പാതയുടെയും ഓപ്പൺ തിയേറ്ററിന്റെയും പ്രവൃത്തികൾ നടന്നുവരികയാണ്. കൂടാതെ കുട്ടികളുടെ ഒഴിവു സമയം ആനന്ദകരമാക്കാൻ മനോഹരമായ പാർക്കും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. നബാർഡിന്റെ സഹായത്തോടെ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പോളി ഹൗസുകളും മഴമറയും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ഫാമിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ചുറ്റുമതിലിന്റെയും ചെയിൻ ലിങ്കിന്റെയും പ്രവൃത്തികളും അവസാന ഘട്ടത്തിലാണ്. കൂടാതെ ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള വിൽപ്പന കേന്ദ്രവും ഇതിന്റെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട്. ഇതിനോടകം തന്നെ 3 ലക്ഷത്തോളം കുരുമുളക് തൈകളുടെ ഉൽപാദനവും ഫാമിൽ നടന്നു കഴിഞ്ഞു. മെയ് മാസത്തോടെ വ്യത്യസ്തമായ ഇനത്തിൽപ്പെട്ട 30,000-ഓളം കവുങ്ങുകളും വിതരണത്തിനായി തയ്യാറാകും. കഴിഞ്ഞില്ല, ചക്കകളിൽ പ്രധാനിയായ മുട്ടൻ വരിക്ക, തേൻ വരിക്ക, ഹണി ഡ്യൂ ഗംലെസ് ജാക്ക്, J33 എന്നിവയുടെ ബഡിനങ്ങളും വിവിധ ഇനം മാവിൻ തൈകളുടെയും സപ്പോട്ടയുടെയും ഗ്രാഫ്റ്റ് തൈകളും കർഷകർക്ക് യഥേഷ്ടം ലഭ്യമാക്കുന്നതിനായി തോട്ടത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ ലാബിൽ നമ്മൾ ഇതുവരെയായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴ തൈകളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു പരീക്ഷണം എന്ന നിലയിൽ ടിഷ്യൂ കൾച്ചർ രീതിയിൽ മഞ്ഞൾ അതുപോലെ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുകയും അതിന് നല്ലൊരു റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടിഷ്യൂ കൾച്ചർ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മളിപ്പോൾ ആരംഭിക്കുകയാണ്. അതുകൂടാതെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഫാമിൽ ഫാം ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി നടന്നു വരുന്നുണ്ട്. വിദേശ ഫലവൃക്ഷങ്ങളുടെ ഉൽപാദനം ലക്ഷ്യമാക്കി അഭിയു, ബറാബ, മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയുടെ പ്രോജനിയും ഇവിടെ സജ്ജമാണ്. കൂടാതെ കാർബൺ ന്യൂട്രൽ ഫാമായി മാറ്റുന്നതിന്റെ ഭാഗമായി സംയോജിത കൃഷിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കരിമ്പം. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ തേനീച്ചയുടെയും ചെറുതേനീച്ചയുടെയും കോളനികൾ സ്ഥാപിച്ച് തേൻ ഉൽപാദനവും ഇവിടെ നടക്കുന്നു. സസ്യങ്ങളുടെ ആശുപത്രി ലാബിലെ ടിഷ്യൂ കൾച്ചർ ലാബും വികസന പാതയിലാണ്. ജില്ലയിലെ കൂൺ കർഷകരുടെ ആവശ്യകത കണക്കിലെടുത്ത് കൂണുകളിലും പരീക്ഷണം നടത്തിവരുന്നുണ്ട്. കമ്പോസ്റ്റുകളിലും വെറൈറ്റിയുണ്ട് ഇവിടെ. ജില്ലയിലെ കേര കർഷകർക്ക് ആത്മവിശ്വാസം നൽകാനായി കൂമ്പ് ചീയലിനെ ഫലപ്രദമായി ചെറുക്കുന്നതിന് ട്രൈക്കോ കേക്കും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠപുരത്തേക്കുള്ള റോഡരികിലുള്ള ഫാം സന്ദർശിക്കാൻ വിദ്യാർത്ഥികൾക്കും മറ്റു സന്ദർശകർക്കും സൗകര്യമൊരുക്കി നൽകുമെന്ന് ഫാം സൂപ്രണ്ട് പറഞ്ഞു. ETV ഭാരത്, കണ്ണൂർ.